ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് ഗ്രീൻ ആൻഡ് വൈറ്റ് യെല്ലോ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഫ്ലവറുകളാണ്. അപ്പോൾ ഇത് നമ്മുടെ ലോട്ടസ് ഗാർഡനിൽ വിരിഞ്ഞിട്ടുള്ള ഞാൻ വിരിയിപ്പിച്ച് കൊടുത്താണിത്. ഇതിൻ്റെ ഫ്ലവർ എങ്ങനെ ഇരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തിൽ പെട്ടെന്ന് തന്നെ വിരിയിപ്പിച്ച് കൊടുത്താണ്. അപ്പോൾ ഇതിൻ്റെ പേര് യെല്ലോ ഗാർണറ്റാണ്. യെല്ലോയും ഗ്രീനും കൂടിയിട്ടുള്ള ഒരു കളറാണ് ഇതിന് വരുന്നത്. അടുത്ത വെറൈറ്റി ഇതാ ഗ്രീൻ ഓഷ്യനാണ്. ഗ്രീന് വൈറ്റും ഒരു ഗ്രീൻ ഓഫ് വൈറ്റും പിന്നെ ഒരു യെല്ലോയിഷ് കളറും കൂടിയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. ഇത് ഞാൻ വിരിയിപ്പിച്ച് കൊടുത്താണ്. തനിയെ വിരിയുമ്പോൾ കളർ ചേഞ്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത ഫ്ലവർ എങ്ങനെ ആയിരിക്കും നമുക്ക് നോക്കാം. അത് അത്യാവശ്യം ഫ്ലവറൊക്കെ വരുന്ന വെറൈറ്റിയാണ്. ഓരോ ലീഫിലും ബഡുകളൊക്കെ ഉണ്ട്. അപ്പം അടുത്ത ഫ്ലവർ എങ്ങനെയാണ് വിരിയുന്നത് ഞാൻ നിങ്ങളെ തനിയെ വിരിയാൻ വിട്ടിട്ട് നിങ്ങളെ കാണിക്കാവേ. എനിക്ക് ഫ്ലവർ ഒത്തിരി ഇഷ്ടമായി. അടുത്ത വെറൈറ്റി ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനാണ്. ഗ്രീൻ ആപ്പിളാണ്. ഇത് കണ്ടില്ലേ, നല്ല അത്യാവശ്യം പെറ്റൽസോടൊക്കെ കൂടിയിട്ട് കുറച്ച് ഹൈറ്റിലൊക്കെ വന്നിട്ട് വലിയ ലീഫൊക്കെ ആയിട്ടുള്ള വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ. ഗ്രീൻ ആപ്പിളൊക്കെ എല്ലാ ആളുകളുടെ അടുത്തും ഉണ്ടായിരിക്കും. ലോട്ടസിനെ പ്രേമിക്കുന്നവർ ആദ്യം വാങ്ങിച്ച് വെക്കുന്ന വെറൈറ്റികളാണ് ഗ്രീൻ ആപ്പിളും വൈറ്റ് മിറാക്കിളും ഒക്കെ. അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് ആളുകളുണ്ട്. അടുത്ത വെറൈറ്റി നമ്മുടെ ക്യൂൻഹുവ ആണ്. പുതിയ വെറൈറ്റിയായ ക്യൂൻഹുവ. ഇത് കണ്ടില്ലേ, നല്ല യെല്ലോ ആൻഡ് ഗ്രീൻ കളറിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ബഡ് പിങ്ക് ഷെയ്ഡ് കൂടിയിട്ടുള്ള പിങ്കാണ് കേട്ടോ വരുന്നത്. ഫ്ലവർ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൽ വലിയ പോട്ടിലുള്ള ഒരു ഇതാണ്. ഇത് മുമ്പ് ഞാൻ ക്യൂൻഹുവിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചെറിയ പോട്ടിൽ. അതിൽ ഇത്ര തന്നെ കളർ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് നല്ല ഭംഗിയിലാണ് വിരിഞ്ഞിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ക്യൂൻഹുവ. അപ്പോൾ നമ്മൾ ഹൈബ്രിഡൈസറുടെ പിക്ക് പോലെയൊക്കെ തന്നെ ഏകദേശം സെയിം ആയിട്ട് തന്നെ വിരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഭ്രാന്ത് പിടിച്ചതുപോലെ ബഡുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു വെറൈറ്റിയാണ് ക്യൂൻ.